പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിന മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണി ഭഗവതി അഷ്ടദശാധ്യായിനി അംബ ത്വാമനുസന്തതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണി. അമ്മോകെ നമുക്ക് ഈ ആ 10ാമത്തെ ആ ശ്ലോകവും അതിന്റെ അർത്ഥം കൊണ്ട് ഒന്നുകൂടെ വായിക്കാവോ? വായിക്കാം സാറേ. 10ാമത്തെ സമുവാച ഋഷികേശഃ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ, ഇരു സേനകളുടെയും നടുവിൽ വിഷാദിച്ചു കൊണ്ടിരിക്കുന്ന അർജുനനോട് ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് എന്നോണം ഇങ്ങനെ പറഞ്ഞു. ഇരു സൈന്യങ്ങൾക്കുമിടയിൽ വ്യസനിച്ചുകൊണ്ട് തേരിലിരിക്കുന്ന അർജുനനോട് മന്ദഹാസത്തോടെ തത്വോപദേശം ചെയ്യുന്ന പാർത്ഥസാരഥിയുടെ ഈ മോഹന ചിത്രം കഠോപനിഷത്തിലെ ആശയങ്ങളുടെ സുന്ദരമായ ഒരു ആവിഷ്കരണമത്രേ. പഞ്ചേന്ദ്രിയങ്ങളാകുന്ന 5 കുതിരകളെ പൂട്ടിയ തേരിൽ ജീവനാകുന്ന അർജുനൻ ഇരിക്കുന്നു. നന്മ തിന്മകളാകുന്ന 2 സൈന്യങ്ങൾ ഏറ്റുമുട്ടാൻ പോവുകയാണ്. മാർഗദർശനത്തിനായി ജീവൻ, അതായത് അർജുനൻ, ഈശ്വരനെ, അതായത് കൃഷ്ണനെ ശരണം പ്രാപിക്കുന്നു. ശരീരരഥത്തെ സുരക്ഷിതമായി മുന്നോട്ട് നയിക്കാൻ ഇന്ദ്രിയാശ്വങ്ങളെ ബന്ധിച്ച മനസ്സാകുന്ന കടിഞ്ഞാൺ ബുദ്ധിയാകുന്ന സാരഥിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈശ്വരനെ ശരണം പ്രാപിച്ച ജീവന് ജീവിത വിജയം സുനിശ്ചിതമത്രേ. സർവശാസ്ത്രസാരം ഇതാ കേട്ടോളൂ. ഇത് ശോകനാശകമാണ്. ഇനി ഭയത്തിന് അവകാശമില്ല എന്നതിന്റെ സൂചനയത്രേ ഭഗവാന്റെ പുഞ്ചിരി. വെള്ളക്കുതിരകളെ പൂട്ടിയ തേരാണല്ലോ അർജുനന്റേത്. വെണ്മ ശുദ്ധിയെ കുറിക്കുന്നു. സാത്വിക കർമ്മങ്ങളിൽ മാത്രമേ അർജുനന്റെ ഇന്ദ്രിയങ്ങൾ വ്യാപരിക്കുകയുള്ളൂ എന്നാണിത് സൂചിപ്പിക്കുന്നത്. അതായത് സാത്വിക സംസ്കാരങ്ങളുള്ള ജീവന്റെ പ്രതീകമാണ് അർജുനൻ എന്നർത്ഥം. ഗാണ്ഡീവം വെടിഞ്ഞു എന്നതുകൊണ്ട് സ്വാർത്ഥ കർമ്മങ്ങൾ ചെയ്യുന്നത് നിർത്തി എന്ന് സൂചിപ്പിച്ചു. മനസ്സാകുന്ന കടിഞ്ഞാൺ പിടിച്ച് ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ നിയന്ത്രിച്ച് വേണ്ട വഴിക്ക് നയിക്കുന്നത് ശുദ്ധബുദ്ധിയാകുന്ന സാരഥിയാണ്. അപ്പോൾ ഭയാശങ്കകൾക്ക് അവകാശമില്ല. ജീവന് നവചൈതന്യം ലഭിച്ച പ്രതീതിയുണ്ടാവുന്നു. അധാർമിക പ്രവണതകൾ എണ്ണത്തിലും വണ്ണത്തിലും എത്ര വലുതാണെങ്കിലും ശരി, അവയെ മുഴുവൻ എതിർത്ത് തോൽപ്പിച്ച് ജീവിതായോധനത്തിൽ സമ്പൂർണ്ണ വിജയം കൈവരിക്കാൻ അപ്പോൾ ജീവൻ സമർത്ഥനായി ഭവിക്കും. ഈ നിലയ്ക്ക് പാർത്ഥസാരഥിയുടെ ഈ ചിത്രം ഉപനിഷത് ആശയങ്ങളുടെ മൗന വ്യാഖ്യാനമാണെന്ന് പറയാം. ഇന്നലെ നമ്മൾ പറഞ്ഞത് തന്നെ ഇത് തന്നെ. ഇപ്പം ഈ ഒരു രഥത്തിലിരിക്കുന്ന അർജുനനും കൃഷ്ണനും യുദ്ധക്കളത്തില് രഥത്തിൽ തളർന്നിരിക്കുന്ന അർജുനനും സാരഥിയായ കൃഷ്ണനും ഇരിക്കുന്ന ഒരു പിക്ചറാണ്. അപ്പം അർജുന്റെ ഭാവം വിഷാദ ഭാവമാണ്. കാരണം ഈ അഹന്താ മമതയില് എൻ്റെ മുത്തശ്ശനെയും ഗുരുവിനെയും കൊല്ലണമല്ലോ എന്നുള്ള ആ അഹന്താ മമതയിൽ തളർന്നിരിക്കുന്നു. കൃഷ്ണനെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുക. കാരണം ഈ കൃഷ്ണനോട് അർജുനൻ പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് ശ്രേയസ്കരമായത് പറഞ്ഞതാ കൃഷ്ണനെ ആശ്രയിച്ചിരിക്കുക. അപ്പം ഇപ്പൊ ആ കൃഷ്ണന്റെ ഉപദേശങ്ങളിൽ കൂടെ അർജുനൻ ഇത് ജീവിത വിജയം നേടും, അല്ല ഈ യുദ്ധത്തിൽ വിജയം നേടുന്നുള്ള ഉറപ്പ് ആ കൃഷ്ണനുണ്ട്. അതുകൊണ്ട് ആ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. അപ്പൊ ഈ ഒരു ചിത്രമാണ് ഇത്. നമ്മുടെ ഓരോരുത്തരുടെയും പിക്ചറാണിത്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ ഉള്ളിലുള്ള ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു പിക്ചറൈസേഷൻ ആവുന്ന നിൽക്കുന്നത്. നമ്മളെല്ലാം അർജുനന്മാരാണ്. അപ്പം ഇപ്പൊ ഇതിനകത്തില് പറഞ്ഞേക്കുന്നത് 5 കുതിരകളെ പൂട്ടി 5 ഇന്ദ്രിയങ്ങളുണ്ട് നമുക്ക്. 5 കുതിരകളാണ് 5 ഇന്ദ്രിയങ്ങൾ. ആ 5 ഇന്ദ്രിയങ്ങളെ പൂട്ടിയ ശരീരമാകുന്ന രഥത്തില് അർജുനനുമുണ്ട്, ഞാനെന്നുള്ള ജീവാത്മാവുമുണ്ട്, പരമാത്മ ചൈതന്യമായ ഭഗവാൻ കൃഷ്ണനുമുണ്ട്. അപ്പം ഇതിനകത്ത് കടിഞ്ഞാണ്. ഈ
അഞ്ച് കുതിരകളെ, പഞ്ചേന്ദ്രിയങ്ങളെ നയിക്കുന്നത് മനസ്സാണല്ലോ ഇന്ദ്രിയങ്ങളിൽ കൂടെ പ്രപഞ്ച വിഷയങ്ങളിൽ വ്യാപരിക്കുന്നത്. അപ്പൊ ഈ മനസ്സ് അർജുൻ കൃഷ്ണന്റെ കയ്യിലാണ് അതിന്റെ കടിഞ്ഞാൻ ഇരിക്കുന്നത്. കടിഞ്ഞാൻ മനസ്സായിട്ടാ പറയുന്നത്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാ അവിടെ? പരമാത്മാവായ കൃഷ്ണനാ. അപ്പം ആ കടിഞ്ഞാൻ ഇരിക്കുന്നത് കൃഷ്ണന്റെ കയ്യില. ഇപ്പൊ നമ്മുടെയൊക്കെ സ്ഥിതിയോ? നമ്മുടെയൊക്കെ സ്ഥിതി എന്തുവാ? നമ്മളെല്ലാരും ഓരോ അർജുനന്മാര്. നമ്മളെല്ലാം ജീവിത പ്രതിസന്ധികളിൽ തളർന്നിരിക്കുകയാണ്. ഓരോ പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ തളരുന്നുണ്ട്. അപ്പം നമ്മളെല്ലാം ഓരോ അർജുനന്മാരായി. ഇപ്പൊ നമ്മളാണ്, പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ചാല് നമ്മളാണ് ഈ തേരിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ പരമാത്മായ കൃഷ്ണനല്ല, വിവേകമല്ല. നമ്മളിൽ രണ്ട് ആസ്പെക്ട് ഉണ്ട്. ഒന്ന് എന്റെ ഞാൻ വികാരം മനസ്സിലായിരിക്കുന്നത്. ആ ജീവാത്മാവ് വികാര മനസ്സിൽ കൂടെ, ഇന്ദ്രിയങ്ങളിൽ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. വികാര മനസ്സിൽ കൂടെ അല്ല പ്രവർത്തിക്കേണ്ടത്. ഇത് പരമാത്മ ചൈതന്യം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ, അന്ധകരണമുണ്ട്. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഈ മനസ്സ്, ബുദ്ധിയുണ്ട്. അത് ബുദ്ധി എന്ന് പറയുന്നത് വിവേകമല്ല, നമ്മുടെ അനുഭവത്തിന് കൂടെ ഉള്ള വിചാരങ്ങളാണ്. അതാണ് നമ്മുടെ ബുദ്ധി. അപ്പം ഈ മനസ്സ്, ഈ ശരീരത്തിനെ നിയന്ത്രിക്കേണ്ടത് ആരാ? ഈ വികാരത്തിനോട് ചേർന്ന് നിൽക്കുന്ന ബുദ്ധിയല്ല, ഈ വിവേകത്തിനോട് ചേർന്ന് നിൽക്കുന്ന ബുദ്ധി. വിവേക ബുദ്ധി ആയിരിക്കണം, വികാര ബുദ്ധി ആയിരിക്കരുത് ഈ ശരീരത്തിനെ നയിച്ചുകൊണ്ട് പോകുന്നത്. ഈ ജീവിതത്തിൽ ഈ ജീവിതത്തിനെ നയിക്കേണ്ടത് വികാര മനസ്സുകൊണ്ടല്ല, വിവേക മനസ്സുകൊണ്ടാണ്. വികാര മനസ്സെന്ന് പറഞ്ഞാൽ ആ മനസ്സിനെ ഞാൻ ജീവാത്മാവ് പിടിച്ചോണ്ട് നയിച്ചോണ്ട് പോവാ. അതേസമയത്ത് ഇവിടെ ഒരു രഥത്തിൽ ഇവിടെ എന്തോ റെപ്രസെന്റേഷൻ. ഈ രഥത്തിനെ നയിക്കുന്നത് പാർത്ഥസാരഥിയ, പരമാത്മാവായ കൃഷ്ണനാണ്. ഇതുപോലെ ആയിരിക്കണം നമ്മളും. ഇപ്പൊ നമ്മുടെ സ്റ്റാറ്റസ് എന്തുവാ? നമ്മളാണ് ഈ കുതിരകളെ, നമ്മളെന്ന് പറഞ്ഞാല് നമ്മുടെ വികാര മനസ്സാണ് ഈ ഇന്ദ്രിയങ്ങളെ നയിക്കുന്നത്. ഈ ഇന്ദ്രിയങ്ങളെ നയിക്കുന്നത് നമ്മുടെ വികാര മനസ്സാ. എനിക്കൊരു വിവേക മനസ്സുകൊണ്ട്, വികാര മനസ്സുകൊണ്ട്. നമുക്ക് രണ്ട് മനസ്സുണ്ടല്ലോ. ഇന്നലെ പറഞ്ഞല്ലോ, നമ്മൾ മലയാളത്തിൽ മനസ്സെന്ന് പറയുന്നെങ്കിലും അതിനെ സംസ്കൃതത്തില് ശാസ്ത്രങ്ങളിൽ പറയുന്ന അന്ധകരണം എന്നുള്ള. മനസ്സെന്ന് പറഞ്ഞാൽ ചിന്തകളുടെ ഒരു കെട്ടാണ്, ചിന്തകളുടെ ഒരു കൂമ്പാരമാണ്. 4 തരം ചിന്തകള്: വികാര ചിന്തകള്, അത് മനസ്സ്; വിചാര ചിന്തകള്, അത് ബുദ്ധി; ഓർമ്മ ചിന്തകള്, അത് ചിത്തം; ഞാനെന്ന ഭാവചിന്തകള്, അഹങ്കാരം. ഇപ്പൊ എനിക്ക് എന്റെ മനസ്സെന്ന് പറഞ്ഞ് ഈ 4 ടൈപ്പിലുള്ള ചിന്തകളാണ് എന്റെ മനസ്സെന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് കാണപ്പെടുന്ന ഒരു ശരീരമുണ്ട്. ഈ ശരീരത്തിനെ നിയന്ത്രിക്കുന്ന ആരാ? ഈ ചിന്തകളാ, ബോധചിന്തകളാ. 4 തരം ബോധചിന്തകളാണ് ഈ ശരീരത്തിനെ നയിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം ഈ സ്ഥൂല ശരീരം ഇരിക്കുന്നത് ഈ മനസ്സില, ചിന്തകളില്ല, ബോധചിന്തകളില്ല. ഈ ബോധചിന്തകളെ എല്ലാം ചേർത്തിട്ട് 4 തരം ചിന്തകളുണ്ട്. ഇതിനെ മൊത്തമായിട്ട് പറയുന്നത് അന്ധകരണം എന്നാണ്. ഈ സ്ഥൂല ശരീരം, കാണാനൊക്കുന്ന ഈ സ്ഥൂല ശരീരം, കാണാനൊക്കാത്ത ഈ സൂക്ഷ്മ ശരീരമാകുന്ന അന്ധകരണത്തിലായി സ്ഥിതി ചെയ്യുന്നത്. കാരണം ഈ ബോധചിന്തകൾ ഈ ശരീരത്തിനെ വിട്ടുപോയാൽ ഉടനെ ബോഡി താഴെ വീഴും. അപ്പൊ ഈ ബോഡിയെ നിലനിർത്തി ഇവിടെ വ്യവഹരിപ്പിക്കുന്നത് ആരാ? എന്റെ ബോധചിന്തകളാ. ബോധചിന്തകൾ എന്ന് വെച്ചാല് എന്റെ ഈ അന്ധകരണമാണ്. അന്ധകരണം എന്ന് പറഞ്ഞാല് 4 തരം ചിന്തകളാ: വികാര ചിന്തകള്, വിചാര ചിന്തകള്, ഓർമ്മ ചിന്തകള്, പിന്നെ ഞാനെന്ന ഭാവചിന്തകൾ. ഈ 4 തരം ചിന്തകളേ ഉള്ളൂ. എന്റെ മനസ്സെന്ന് പറഞ്ഞാൽ ഈ 4 തരം ചിന്തകളാണ് എന്റെ മനസ്സെന്ന് പറയുന്നത്. ആ മനസ്സിനെ കാണിച്ചു തരാൻ പറ്റുമോ? അങ്ങനെ ഒരു ഒരെണ്ണത്തിന് നമുക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്: എനിക്കൊരു ശരീരമുണ്ട്, കാണാനൊക്കുന്ന ഒരു ശരീരമുണ്ട്. പക്ഷെ ഈ ശരീരത്തിനെ നിയന്ത്രിക്കുന്ന ഈ മനസ്സെന്ന് പറയുന്ന അന്ധകരണം, നമ്മൾ മലയാളത്തിൽ മനസ്സെന്ന് പറയുന്നെങ്കിലും ഇതിനെ അന്ധകരണം എന്ന് ശാസ്ത്രവിധി പ്രകാരം പറയുന്നു. ഈ ശാസ്ത്രവിധി പ്രകാരം പറയുന്ന അന്ധകരണം എന്ന് വെച്ചാൽ 4 തരത്തിലുള്ള ചിന്തകളാണ്: മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഈ ശരീരത്തിനെ നയിച്ചുകൊണ്ട് പോകുന്നത് ഈ സൂക്ഷ്മ ശരീരമാണ്. ഈ സൂക്ഷ്മ ശരീരത്തെ നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. എന്റെ മനസ്സെന്നുള്ളത് ഉള്ളതാ. അതിന് നമുക്ക് പ്രൂവ് ചെയ്യാൻ കാണാൻ ഒക്കത്തില്ല, കാണിച്ചു തരാൻ പറ്റത്തില്ല. എന്റെ അനുഭവം അത്. എന്റെ ബോധചിന്തകൾ എന്ന് പറഞ്ഞാൽ എന്റെ അനുഭവമാണ്. അപ്പൊ ഈ ബോധചിന്തകൾ എവിടുന്ന് വരുന്നു?
ഈ 4 തരം ബോധചിന്തകൾ എവിടുന്ന് വരുന്നു? എന്റെ വാസനയിൽ നിന്ന്, ജന്മജന്മങ്ങളായിട്ട് ഞാൻ കൊണ്ടുവന്ന വാസനകൾ, ആ സഞ്ചിത വാസനയിൽ കൂടെ അത് പ്രാരബ്ധമായി എന്നിലിരിക്കുന്ന കർമ്മവാസനയിലാണ് ഈ സൂക്ഷ്മ ശരീരം ഇരിക്കുന്നത്, എന്നുവെച്ചാൽ അന്ധകരണം ഇരിക്കുന്നത്. ഈ വാസനകളിലാണ് ഈ 4 തരം ചിന്തകളിൽ കൂടെ, വാസനകളിൽ നിന്ന് വരുന്നതാണ് ഈ 4 തരം ചിന്തകൾ. ഈ വാസനകളിൽ കൂടെ ഈ 4 തരം ചിന്തകൾ എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? ഇതിന്റെ പുറയിൽ ഒരു പരമാത്മ ചൈതന്യമുണ്ട്. ആ ചൈതന്യത്തിന്റെ പ്രകാശത്തിലാണ് ഈ വാസനകൾ പ്രവർത്തിക്കുന്നത്. എന്റെ സ്ഥൂല ശരീരത്തിൽ കൂടെ, ഇനി കാണാനൊക്കുന്ന ശരീരത്തിൽ കൂടെ ഈ പരമാത്മ ചൈതന്യത്തിന്റെ പ്രസൻസിലാണ്. അതിന്റെ പ്രസൻസ് ഇല്ലെങ്കിലോ ഇത് വെറും ശവമാ. ഇതിന് പ്രവർത്തിക്കാനൊക്കത്തില്ല. ഈ ശരീരത്തിനും പ്രവർത്തിക്കാനൊക്കില്ല. ഈ ശരീരത്തിനും പ്രവർത്തിപ്പിക്കുന്ന ആരാ? അന്ധകരണം. അന്ധകരണം പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിലോ ഈ ചൈതന്യം വേണം. ഈ വാസനയിൽ നിന്ന് വരുന്ന അന്ധകരണം, വാസനയിൽ നിന്ന് വരുന്ന വാസന, അപ്പം ഈ പരമാത്മ ചൈതന്യം ഈ വാസനയിൽ പ്രതിഫലിക്കുമ്പോഴാണ് ജീവാത്മാവായ ഞാൻ ഉടലെടുക്കും, ഞാൻ പ്രകടമാവുന്നത്. അപ്പം ജീവാത്മാവെന്ന് പറഞ്ഞ ഞാൻ എന്ന വ്യക്തി ശരിക്കും പരമാത്മ ചൈതന്യത്തിന്റെ ഒരു അംശം എന്റെ വാസനയിൽ റിഫ്ലക്റ്റ് ആയ വ്യക്തിയാണ് ഈ ജീവാത്മാവ്. നമ്മൾ ഇരുന്ന് സംസാരിക്കുന്നതും കേൾക്കുന്നതുമായ നമ്മളെല്ലാവരും ജീവാത്മാക്കളാ. ജീവാത്മാവ് എന്ന് പറഞ്ഞതുവാ പരമാത്മാവിന്റെ അംശം തന്നെയാണ്, പക്ഷേ അത് വാസനയോട് ചേർന്നിരിക്കുന്നു. അപ്പം പരമാത്മ ചൈതന്യമാണല്ല നമ്മളെല്ലാവരും. പക്ഷെ പരമാത്മ ചൈതന്യമായ നമ്മള് വാസനയിൽ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ പരമാത്മ ചൈതന്യമാണെന്ന് അറിയുന്നില്ല. നമ്മൾ ഈ വാസന, എന്റെ ഇഷ്ടാനിഷ്ടങ്ങളിലുള്ള ഞാൻ ഒരു പ്രത്യേക വ്യക്തിത്വമായിട്ട് നമ്മൾ മാറുന്നു. ആ പ്രത്യേക വ്യക്തിത്വമാണ് ജീവാത്മാവ്. ഈ ജീവാത്മാവ് എങ്ങനെ പ്രവർത്തിക്കുന്നേ? ഈ സൂക്ഷ്മ ശരീരം, അന്ധകരണവും എന്റെ ബോധചിന്തകളും, ആ ബോധചിന്തകളിൽ പ്രവർത്തിക്കുമ്പോൾ എന്റെ ശരീരം, കൈകാലുകൾ, കർമ്മേന്ദ്രിയങ്ങൾ പ്രവർത്തിച്ച് ഈ പ്രപഞ്ച വിഷയങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് പ്രപഞ്ച വിഷയങ്ങളെ ഞാൻ അനുഭവിക്കുക. അതിന്റെ സുഖദുഃഖങ്ങള് ഞാൻ അനുഭവിക്കുന്നു. അപ്പൊ ഈ ജീവാത്മാവ് ജന്മജന്മങ്ങളായിട്ട് കൊണ്ടുവന്നുള്ള കർമ്മവാസന, കർമ്മഫലം, സഞ്ചിത കർമ്മം എനിക്ക് പ്രാരബ്ധമായിട്ടുണ്ട്. ഈ പ്രാരബ്ധത്തിൽ എനിക്ക് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള കർമ്മഫലങ്ങളുണ്ട്. എന്നിൽ നിന്ന് പോയ നല്ല പുണ്യപ്രവർത്തികൾ അനുകൂല ഇതുമായിട്ടും, എന്നിൽ പോയ അധർമ്മ പ്രവർത്തികൾ പ്രതികൂലമായിട്ടുള്ള അനുഭവങ്ങളും എനിക്ക് തരും. അപ്പൊ എന്നിൽ നിന്ന് പോയ നല്ല അനുഭവങ്ങളും നല്ല അനുഭവങ്ങളായിട്ടും, എന്നിൽ നിന്ന് പോയ ചീത്ത അനുഭവങ്ങളായിട്ടും എനിക്ക് തിരിച്ചു വരും. അതാണ് കർമ്മഫലം. അതാണ് സഞ്ചിത കർമ്മമാണ് എന്റെ ജന്മത്തിനെ നിശ്ചയിക്കുന്നത്. ഏത് അച്ഛനും അമ്മയ്ക്കും ജനിക്കണം, ഏത് സാഹചര്യത്തിൽ ജനിക്കണം എന്നൊക്കെ എന്റെ സഞ്ചിത കർമ്മമാണ് ഡിസൈഡ് ചെയ്യുന്നത്. ആ സഞ്ചിത കർമ്മം എന്റെ ജന്മത്തിന് കാരണമാകുമ്പോൾ ആ വാസനയാണ് എന്റെ അതാണ് കാരണമാവുന്നത് എന്റെ ജന്മത്തിന്. അതുകൊണ്ട് അതിനെ കാരണ ശരീരം എന്ന് പറയുന്നു. ഈ കാരണ ശരീരത്തിലാണ് സൂക്ഷ്മ ശരീരം ഇരിക്കുന്നത്, എന്റെ ബോധചിന്തകൾ. ഈ കാരണ ശരീരത്തിൽ നിന്നാണ് ഈ 4 തരം ചിന്തകൾ വരുന്നത്. ഈ ചിന്തകള് പ്രവർത്തിക്കുന്നത് പരമാത്മ ചൈതന്യത്തിന്റെ പ്രസൻസിലാണ്. അപ്പൊ ഈ ചിന്തകളെ, ഈ അനുഭവങ്ങളെ, നല്ലതും ചീത്തയുമായ അനുഭവങ്ങളെ എനിക്ക് അനുഭവിക്കാൻ ഈ പരമാത്മ ചൈതന്യത്തിന്റെ പ്രസൻസിലേ ഒക്കത്തുള്ളൂ. പരമാത്മ ചൈതന്യത്തിന്റെ പ്രസൻസ് ഇല്ലെങ്കിലോ എനിക്ക് ഈ കർമാനുഭവങ്ങളെ അനുഭവിക്കാൻ പറ്റത്തില്ല. ഈ ശരീരത്തിന് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല, പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അത് ശവമായിട്ട് മാറും. അതുവരെ അത് ചൈതന്യവത്ത എന്ന് വെച്ചാൽ അതിന് ജീവനുണ്ട്, അതിന് പ്രവർത്തിക്കാൻ ഒക്കാത്ത ഒരു സ്റ്റേജാണ് ശവം എന്ന് പറയുന്നത്. പ്രവർത്തിക്കുന്നത് ചൈതന്യമായിട്ടുള്ള ഒരു സ്റ്റേജാണ്. ചൈതന്യം, എനിക്ക് എന്റെ ശരീരം ചൈതന്യം ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനുണ്ട്. അപ്പം ഈ പരമാത്മാവിന്റെ ചൈതന്യം, അതിന്റെ പ്രസൻസിലേ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്നെ നിലനിർത്തുന്നത് ഈ പരമാത്മ ചൈതന്യമാണ്. ഇപ്പൊ പരമാത്മ ചൈതന്യം ഇല്ലെങ്കിലോ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല, ഞാൻ ശവമായി പോകും. അപ്പം സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരത്തിലിരിക്കുന്നു. സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ കാണാനൊക്കുന്ന ഈ പഞ്ചഭൂത നിർമ്മിതമായ ഈ ശരീരം സൂക്ഷ്മ ശരീരമാകുന്ന അന്ധകരണത്തിലിരിക്കുന്നു. ഈ അന്ധകരണമോ എവിടുന്ന് വന്നു? അന്ധകരണം എവിടെ ഇരിക്കുന്നു? വാസനയിലിരിക്കുന്നു. അപ്പം ഈ സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരത്തിലിരിക്കുന്നു, സൂക്ഷ്മ ശരീരം കാരണ ശരീരത്തിലിരിക്കുന്നു. ഈ സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും പ്രവർത്തിക്കുന്ന ആരെ കൊണ്ടാ? അതിന്റെയും പുറയിൽ, അതിന്റെയും ബേസ് ആയിട്ടിരിക്കുന്ന, അതിന്റെയും ആധാരമായിട്ടുള്ള പരമാത്മ ചൈതന്യത്തിലാണ് അത് പ്രവർത്തിക്കുന്നത്. അതിന്റെ കണക്ഷനിലാണ്. അതിന്റെ കണക്ഷൻ ഇല്ലെങ്കിലോ ഈ ശരീരം നിർജീവമാവും. അപ്പം ഈ പരമാത്മ ചൈതന്യമാണ് എന്നെ പ്രവർത്തിപ്പിക്കുന്നത്. അത് ഇപ്പൊ ഞാൻ ഈ ജീവാത്മാവെന്ന് പറഞ്ഞ് ഞാൻ ആരാണ്? പരമാത്മ ചൈതന്യ
ഈ എൻ്റെ വാസനയിൽ അവരവരുടെ വാസനയിൽ പ്രതിഫലിക്കുമ്പോഴാണ് ഓരോ ജീവാത്മാക്കളായിട്ട്. ആ ജീവാത്മാക്കളെല്ലാം വ്യത്യസ്തമാണ്. എന്തുകൊണ്ട്? ഓരോരുത്തരുടെയും വാസന കൊണ്ടുവരുന്ന വാസന ഡിഫറൻ്റാണ്. ആ വാസനയെല്ലാം നമ്മൾ നിർമ്മാർജ്ജനം ചെയ്താലോ എല്ലാവരും പരമാത്മ ചൈതന്യമാണ്. പരമാത്മ ചൈതന്യമായിട്ട് തിരിച്ചും. അപ്പം പരമാത്മ ചൈതന്യത്തിൽ നിന്നാണ് ഒരു കാലത്ത് അതിൽ നിന്ന് ഉത്ഭവിച്ച് ഓരോരോ ശരീരങ്ങളിൽ കൂടെ ഓരോരോ വാസനകൾ ആർജിച്ച് പല പല ശരീരങ്ങളെടുത്ത് ഇങ്ങനെ കർമ്മഫലം കൂട്ടി കർമ്മവാസനകളെ കൂട്ടി 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 എനിക്ക് അവസാനം എനിക്ക് മനുഷ്യജന്മത്തിലോട്ട് ജന്മം എടുത്തിരിക്കുകയാണ്. ഈ മനുഷ്യജന്മത്തിൽ എടുത്തിരിക്കുമ്പോൾ എൻ്റെ ഈ സഞ്ചിത കർമ്മം ഞാൻ ഇതുവരെ ജന്മജന്മങ്ങളായിട്ട് കൂട്ടിയ കർമ്മവാസനയായിട്ട് അതിന്റെ ഫലമായിട്ട് അതിന്റെ അനുസരിച്ചുള്ള ആ കർമ്മഫലം അനുസരിച്ചുള്ള ഒരു ശരീരവും ഒരു സാഹചര്യവും എനിക്ക് വന്നു ചേർന്നിട്ടുണ്ട്. അപ്പം എന്നിൽ നിന്ന് പോയതാണ് കർമ്മഫലം. ഞാൻ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ ഫലമാണ് കർമ്മഫലം, സഞ്ചിത കർമ്മം. അത് എന്നിൽ നിന്നൊരു നല്ലത് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല അനുഭവം വരും. എന്നിൽ നിന്ന് ചീത്ത അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ചീത്ത അനുഭവം വരും. അതുകൊണ്ട് ഈ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് നല്ലതും ചീത്തയും സുഖവും ദുഃഖവും കൂടെ ചേർന്നാണ് ഏത് മനുഷ്യ ജീവിതം. ഒരു മനുഷ്യ ജീവിതം എന്ന് പറയുമ്പോഴേ നമ്മുടെ കർമ്മവാസനകൾ, ദാറ്റ് ഈസ് സഞ്ചിത കർമ്മം, അനുകൂല പ്രതികൂല അനുഭവങ്ങളെ തരുന്ന ഈ സഞ്ചിത കർമ്മം പ്രാരബ്ധം അനുഭവിച്ചേ മതിയാവൂ. അപ്പം പക്ഷെ ഈ മനുഷ്യജന്മത്തിലാണ് ഈ വാസനകളാണ് എൻ്റെ മാലിന്യം. എനിക്ക് ഈ മനുഷ്യജന്മത്തിൽ ഈ മാലിന്യങ്ങളെ മാറ്റാനും കഴിയും. ഈ മാലിന്യങ്ങൾ അടിമപ്പെട്ട് എനിക്ക് ജീവിതം അടുത്തടുത്ത് ഓരോ ബോഡിയിലോട്ട് പല പല ശരീരത്തിലോട്ട് ഇങ്ങനെ ശരീരം എടുക്കുക, പിന്നെയും മരിക്കുക, പിന്നെയും ശരീരം എടുക്കുക, ഇങ്ങനെ സൈക്ലിക്കായിട്ട് കറങ്ങുകയും ചെയ്യാം. എനിക്ക് ഈ ശരീരത്തിൽ നിന്ന് ഈ വാസനകളെ നിർമ്മാർജ്ജനം ചെയ്താൽ എനിക്ക് ഈ പരമാത്മ ചൈതന്യത്തോട് ലയിക്കുകയും ചെയ്യാം. ഈ ഓപ്ഷൻ ഉള്ളത് ഈ മനുഷ്യജന്മത്തിൽ മാത്രമാണ്. അപ്പം ഈ ജീവാത്മാവ് പരമാത്മാവ് ഈ രണ്ട് എൻറ്റൈറ്റി നമുക്ക് ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് അതൊരു നല്ല ക്ലാരിറ്റി വരണം. ആരാണ് ജീവാത്മാവ്? ഈ ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ പരമാത്മാവിന്റെ ഒരു അംശം തന്നെയാണ്. ബട്ട് അതിനകത്തിൽ വാസനയുണ്ട്. വാസനാബദ്ധനായ പരമാത്മാവാണ് ജീവാത്മാവ്. വാസനയിൽ പ്രതിഫലിക്കുന്ന പരമാത്മ ചൈതന്യമാണ് ജീവാത്മാവ്. അപ്പൊ ഈ വാസനകളെ എനിക്ക് നിർമ്മാർജ്ജനം ചെയ്താൽ എനിക്ക് പരമാത്മ ചൈതന്യത്തിൽ അതാണ് അൾട്ടിമേറ്റ് ആനന്ദം, സുഖാവസ്ഥ. നമ്മളെല്ലാവരും കർമ്മം ചെയ്യുന്ന എന്തിനു വേണ്ടിയാ? സുഖത്തിന് വേണ്ടിയാ. ആരും ദുഃഖത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നില്ല. പക്ഷെ ദുഃഖമായിട്ട് വന്ന് ഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? എൻ്റെ കർമ്മഫലം കൊണ്ട്. എൻ്റെ വാസന, ഞാൻ ചെയ്തു കൂട്ടിയ കർമ്മഫലം അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങളെ എനിക്ക് തന്നേ പറ്റും, ഞാൻ അനുഭവിച്ചേ പറ്റൂ. അതിനാണ് ഈ ജന്മം. പക്ഷേ എനിക്കൊരു മനുഷ്യന് മാത്രമേ ഉള്ളൂ ആ സ്വാതന്ത്ര്യം. എൻ്റെ കർമ്മഫലത്തിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റും. കാരണം കർമ്മഫലം ഈ ശരീരത്തിനാണ്. ഈ മനസ്സിനെ എനിക്ക് ദൈവത്തോട് തീർത്തത് ഈ കർമ്മഫലം ഈ വാസന ഇരിക്കുന്നത് വികാര മനസ്സിലാണ്. വികാര മനസ്സിച്ചാൽ ഈ അന്ധകരണത്തിലാണ് എൻ്റെ വാസനയിൽ നിന്നാണല്ലോ ഈ അന്ധകരണം ഉണ്ടായത്. അപ്പൊ എൻ്റെ ഈ വാസനയിൽ നിന്ന് വിട്ട് എൻ്റെ മനസ്സിനെ എനിക്ക് വിവേകബുദ്ധിയിൽ, കാരണം എന്നിലിരിക്കുന്ന ചൈതന്യം എനിക്ക് വിവേകമായിട്ടാണ് പ്രകടമാവുന്നത്. എന്നിലിരിക്കുന്ന ജീവാത്മാവെന്ന് പറയുന്ന അർജുനായിട്ട് ഞാൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോ വ്യക്തിത്വമുള്ള. പക്ഷെ നമ്മളിലുള്ള പരമാത്മ ചൈതന്യം നമ്മൾ കൃഷ്ണനായിട്ട് എങ്ങനെ ഇരിക്കുന്നേ? ആ വിവേക രൂപത്തില. അവിടെ അർജുനന്റെ കേസിലോ പരമാത്മ ചൈതന്യമാണ് കൃഷ്ണന്റെ രൂപത്തില്, ഒരു തേരാളിയുടെ രൂപത്തില് അവിടെ പരമാത്മാവാണ് കൃഷ്ണൻ രൂപത്തിലിരിക്കുന്നത്. നമ്മളിലോ ഈ പരമാത്മ ചൈതന്യം വിവേക രൂപത്തിലിരിക്കുന്നു. അപ്പം വിവേക മനസ്സുകൊണ്ട് വികാര മനസ്സുകൊണ്ട് ഏതാണ് വികാര മനസ്സും വിവേക മനസ്സും നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. എങ്ങനെ ഈ രണ്ട് മനസ്സ് നമ്മളിൽ രണ്ട് മനസ്സുണ്ട്. നമുക്കറിയാമല്ലോ, വികാരം നമ്മൾക്ക് ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ നമുക്ക് ദേഷ്യം, വിഷമം, സന്തോഷം, ഇങ്ങനെയുള്ള പല പല വികാരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആ വികാരത്തിൽ ഇരിക്കുമ്പോഴേ ആ വികാരം അനുസരിച്ച് നമ്മൾ ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നു. അപ്പൊ ഈ വികാരത്തിൽ ഇരിക്കുമ്പോൾ പ്രവൃത്തികൾ ചെയ്യുന്നത്, ഈ വികാരം എന്ന് പറഞ്ഞാൽ എന്തുവാ? എന്തുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വരുന്നേ? എനിക്ക് അനുകൂലവും പ്രതികൂലമായിട്ടുള്ള വാസനയിലുള്ള അനുഭവങ്ങൾ വരുമ്പോഴാണ് എനിക്ക് ഈ വികാരങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ആ വികാരങ്ങൾക്ക് അനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ ദേഷ്യ പ്രവർത്തികൾ ചെയ്യും. എനിക്ക് സന്തോഷം വന്നാൽ അതുപോലത്തെ പ്രവർത്തികൾ ചെയ്യും. എനിക്ക് അസൂയ വന്നാൽ അതുപോലത്തുള്ള പ്രവർത്തികൾ ചെയ്യും. അപ്പം ഈ വാസനയിലിരുന്ന് പ്രവൃത്തി ചെയ്യാതെ നമുക്ക് ഈ അനുഭവങ്ങൾ വരുമ്പോഴേ നമ്മുടെ വികാര മനസ്സിൽ നിന്ന് മാറി വിവേക മനസ്സിൽ, ഇപ്പം എങ്ങനെയാണ് ഈ വിവേക മനസ്സിലോട്ട് നമ്മൾ കൊണ്ടുപോകുന്നത്?
നമ്മുടെ ചിന്താഗതിയെ വിവേകത്തിലോട്ട് എങ്ങനെ കൊണ്ടുപോകും? ഈ മനസ്സിനെ, എന്റെ മനസ്സെന്ന് പറയുന്ന ഒരു തലമുണ്ടെങ്കിൽ ആ മനസ്സിനെ വികാരത്തിലോട്ട് പഠിപ്പിക്കാം, വിവേകത്തിലോട്ട് പഠിപ്പിക്കാം. വിവേകത്തിലോട്ട് പഠിപ്പിക്കണം എന്നുണ്ടെങ്കിലോ ഞാൻ വികാരത്തിൽ നിന്ന് മാറിയേ പറ്റും. വികാരത്തിലിരുന്നാൽ എനിക്ക് വിവേകത്തിലോട്ട് പോകാൻ പറ്റത്തില്ല. അത് അഴുക്കാം. ആ ഒരു വികാര തളിച്ചിലിരിക്കുമ്പോൾ വിവേകത്തിന് പ്രകടമാകാൻ ഒക്കത്തില്ല. ഇപ്പൊ നമുക്കറിയാമല്ലോ, നമ്മൾ ദേഷ്യം വരുമ്പോഴോ ഓരോന്ന് ചെയ്തു കൂട്ടും. നമ്മൾ ഈ വികാരങ്ങളെല്ലാം അടങ്ങി, ദേഷ്യമോ വിഷമോ സന്തോഷമോ ഇതെല്ലാം അടങ്ങി നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ നമുക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അടിക്കണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമായിരുന്നു, ഒരു തോന്നൽ വരും. കറക്റ്റ് ആയിട്ടുള്ളേ. അയ്യോ നമുക്ക് അപ്പോഴിങ്ങനെ, പക്ഷെ ചെയ്യേണ്ട സമയത്ത് തോന്നിയതുമില്ല. എന്തുകൊണ്ടാ? ഞാൻ വികാരത്തിലിരിക്കുമ്പോൾ എനിക്ക് ഈ ഡയറക്ഷൻ കിട്ടത്തില്ല. വികാരങ്ങളെല്ലാം മാനേജ് ചെയ്ത് എല്ലാം കെട്ടടങ്ങി കഴിയുമ്പോഴാണ് നമുക്കൊരു വിവേക ചിന്ത വരും. ആ വിവേകം ചിന്താരൂപത്തിൽ വരും. നമുക്കൊരു ഡയറക്ഷൻ കിട്ടും. അത് എങ്ങനെ കിട്ടും? എപ്പോഴാ കിട്ടുന്നത്? ഈ വികാരങ്ങളെല്ലാം അടങ്ങിയാലേ കിട്ടത്തുള്ളൂ. ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ ഈ വിവേകം വരുത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, പഴമക്കാര് പറയുന്നത്, ഈ പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യരുത്, എടുത്തു ചാടി ചെയ്യരുതെന്ന് പറയും. എടുത്തു ചാടി ചെയ്യരുതെന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താ? നമ്മൾ ഈ വികാര തള്ളിച്ചയിൽ ഇരിക്കുമ്പോൾ ഒരു കാര്യങ്ങൾ വികാരം പ്രകടിപ്പിക്കാനുള്ളതാണ്. വികാരം വെച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം വെച്ചാല് ഈ അർജുനാണ് തേര് നയിച്ചുകൊണ്ട് പോകുന്ന അർത്ഥം. പരമാത്മാവിന്റെ ചൈതന്യത്തില്, പരമാത്മാവല്ല ഈ തേരിന്, ഈ ശരീരത്തിനെ നയിക്കുന്നത്. എന്റെ വികാര മനസ്സാ അർജുന ജീവാത്മാവായി തേരിനെ കൊണ്ടുപോകുന്നത്. അത് എങ്ങോട്ട് പോകും? പരാജയത്തിലോട്ടേ പോകത്തുള്ളൂ. അതേസമയത്ത് ഈ തേരിനെയും പരമാത്മ ചൈതന്യം ശ്രീകൃഷ്ണ വിവേക ബുദ്ധിയാണ് നയിക്കുന്നെങ്കിലോ അത് അൾട്ടിമേറ്റ് ആയിട്ട് വിജയമായിരിക്കും അതിനകത്തുണ്ടാവുന്നത്. അപ്പൊ നമ്മള് ഈ ഗീത പഠിക്കുന്ന എന്തിനു വേണ്ടിയാ? ഗീത ഈ ശ്ലോകങ്ങളൊക്കെ കാണാതെ പഠിച്ച് ഇതിന്റെ അർത്ഥവും വായിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മളിപ്പം ഈ ഗീതയിൽ പറഞ്ഞ ആദ്യത്തെ ശ്ലോകം എന്താ? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമക പാണ്ഡവ ചൈവ സമവേദ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമക പാണ്ഡവ ചൈവ കിമ കുർവത സഞ്ജയ. അപ്പൊ ഈ ആദ്യത്തെ ശ്ലോകം ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ. അപ്പം ഈ ശ്ലോകം ആദ്യത്തെ ശ്ലോകവും അവസാനത്തെ ശ്ലോകം എന്തുവാ? എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീ വിജയോർഭൂതിർ ധ്രുവാനീതിർമനിർമമ. ഇത് അവസാനത്തെ ശ്ലോകം. ഈ 701-ാമത്തെ ശ്ലോകമാണ് ഇത്. അപ്പം ആദ്യത്തെ സ്വരം ആരംഭിക്കുന്നത് വേർഡ് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്ര. ധർമ്മം എന്നുള്ള വേർഡിലാണ് ഈ ഭഗവത്ഗീത ആരംഭിക്കുന്നത്. അവസാനിക്കുന്നതോ മമ. ലാസ്റ്റ് ഇത് നീതിർ മതിർ മമ. മമ എന്ന് വെച്ചാൽ എന്റെ. അപ്പോ ഈ ഗീതയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തുവാ? മമധർമ്മം. മമധർമ്മമാണ് ഗീത നമ്മളെ പഠിപ്പിക്കുന്നത്. എന്തോ ഈ മമധർമ്മം? എന്റെ ധർമ്മം എന്താ? നമ്മുടെ ധർമ്മം വെച്ചാൽ നമ്മൾക്ക് പറയാം, നമുക്ക് നമ്മുടെ കടമയെന്ന് പറയാം. അല്ലെങ്കിൽ എന്റെ മുഖ്യ ഗുണം. ആ മുഖ്യ ഗുണം എന്തുവാ? അതാണ് നമ്മളെ ഗീത പഠിപ്പിക്കുന്നത്. ഭഗവത്ഗീതയെ കൂടെ പഠിക്കുന്നത് എന്റെ ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കി തരുവാണ് കൃഷ്ണൻ. അപ്പം ഈ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നേരത്തെ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ധർമ്മം എന്ന് പറഞ്ഞാൽ ഈ നമ്മളൊരു ഇത് കേട്ടിട്ടുണ്ടല്ലോ, ബ്രഹ്മസത്യം ജഗത് മിഥ്യ. ബ്രഹ്മമാണ് സത്യം, ഈ ജഗത്ത് പ്രപഞ്ചം നിറം മിഥ്യ. മിഥ്യ വെച്ചാൽ ഇല്ലാത്തതെന്നുള്ളതല്ല, അത് മാറ്റമുള്ളതാ. മാറ്റമില്ലാത്തത് ഈ ബ്രഹ്മം മാത്രം. മിഥ്യ എന്ന് പറയുന്നത് ശൂന്യത എന്നുള്ളതല്ല, അത് മാറിക്കൊണ്ടിരിക്കുന്നത്. മാറാത്തത് ഒന്ന് ഈ ബ്രഹ്മം മാത്രമേ. അതുകൊണ്ടാണ് ബ്രഹ്മസത്യം. സത്യം എന്ന് വെച്ചാൽ എന്തുവാ? മാറ്റമില്ലാത്തത്. ജഗത് മിഥ്യയാണ്. അപ്പൊ ഈ സത്യമാണ് പരമാത്മാവ്. ബ്രഹ്മം എന്ന് വെച്ചാൽ പരമാത്മാവ്. അതാണ് സത്യം. നമ്മളെയൊക്കെ നിലനിർത്തുന്നത് ആ പരമാത്മ ചൈതന്യമായിരിക്കും. നമ്മളെ നിലനിർത്തുന്ന ആ പരമാത്മ ചൈതന്യമാണെങ്കിൽ ആ പരമാത്മ ചൈതന്യത്തിന്റെ ഗുണത്തിനനുസരിച്ച് വേണം ഞാൻ പ്രവർത്തിക്കാൻ. അതാണ് ധർമ്മം. സത്യം വദ ധർമ്മം ചര.
സത്യം പറയണം, ധർമ്മം ചരിക്കണം. ചരിക്കണം വെച്ചാൽ എന്തുവാ? നമ്മൾ പ്രവൃത്തിയിൽ ധർമ്മത്തിലായിരിക്കണം. ധർമ്മത്തിന് വാല്യൂസ് ഉണ്ട്. നമ്മൾ ഈ ഗീത പഠിക്കുമ്പോൾ നമ്മൾ ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കും. അതിന് വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസ് അനുസരിച്ച് വേണം നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തികൾ എന്ന് വെച്ചാൽ എന്തുവാ? എനിക്ക് വന്നിരിക്കുന്ന സ്വധർമ്മം ഉണ്ടല്ലോ. എന്നുവെച്ചാൽ എനിക്ക് ചെന്ന് വന്നിരിക്കുന്ന സഞ്ചിത കർമ്മത്തിൽ കൂടെ എനിക്ക് ഒരു കർമ്മ പദ്ധതിയുണ്ട്. ഓരോരുത്തരും ഓരോ പ്രൊഫഷനിൽ വരുന്നുണ്ട്. അന്നേരം അത് എന്റെ കർമ്മവാസനയാണ്. ഞാൻ ജന്മങ്ങളായിട്ട് കൊണ്ടുവന്ന ആ വാസന അനുസരിച്ചാണ് ഓരോരുത്തരും ഓരോ തുറയിലോട്ട്, ഓരോ പ്രൊഫഷനിലോട്ട് വരുന്നത്. ആ പ്രവൃത്തികളെ ഞാൻ ധാർമ്മിക വേയിൽ വേണം ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ. ആ ധാർമ്മിക വേയിലും ഇംപ്ലിമെന്റ് ചെയ്യാം, കർമ്മം ചെയ്യാം. എനിക്ക് വന്നു ചേർന്നിട്ടുള്ള കർമ്മങ്ങളെ എനിക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. എനിക്ക് ധർമ്മത്തിന്റെ രീതിയിലും ചെയ്യാം, അധർമ്മത്തിന്റെ രീതിയിലും ചെയ്യാം. ഏതാണ് ഈ അധർമ്മവും ധർമ്മവും? ഈ ധർമ്മം എന്ന് പറയുന്നതാണ് ഈ പരമാത്മ ചൈതന്യത്തിന്, അതാണ് ഈശ്വരാർപ്പണമായിട്ട് ചെയ്യണം എന്ന് പറയുന്നത്. അധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? എന്നെ നിലനിർത്തുന്ന ശക്തിക്ക് എതിരായിട്ടുള്ളതാ. അത് എന്തുവാ? എന്നെ നിലനിർത്തുന്ന ശക്തിക്ക് എതിരായിട്ടുള്ള ഒരു ശക്തി ഇവിടെ എന്തുവാ? നമ്മുടെ കയ്യിലുള്ളത് വാസനയാണ്. വാസന കാരണം ഞാൻ വിചാരിക്കുക ഞാൻ പ്രത്യേക വ്യക്തിത്വമാണെന്ന് ഞാൻ വിചാരിക്കുക. ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള ആ അഹംബുദ്ധി, ഞാനാണ്, എന്റെ ബുദ്ധിയാണ്. പക്ഷെ ഇതെല്ലാം നടക്കുന്നത് പരമാത്മ ചൈതന്യത്തിന്റെ പ്രസിഡൻസ് ആണ്. നമ്മൾ ആരും വിചാരിക്കുന്നതേ ഇല്ല. നമ്മൾ ഈ വെളിയിലോട്ട് നോക്കുകയാണ്. നമ്മൾ ഈ എന്റെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെയും വസ്തുക്കളെയും നോക്കി ഇത് ഞാൻ ശരീരമാണെന്നുള്ള തോന്നലാണ്. ഞാൻ പരമാത്മ ചൈതന്യമാണെന്നുള്ള തോന്നൽ നമുക്കില്ല. അതെന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ഈ വാസന കാരണം. എനിക്ക് ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്, എന്റെ ഇഷ്ടങ്ങളുണ്ട്, ഈ അനിഷ്ടങ്ങളുണ്ട്. എനിക്ക് ചില രീതികളുണ്ട്, ഞാൻ ആ രീതിയിലേ പ്രവർത്തിക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ ഈ വാസനയുടെ രീതിയിൽ പോയി കഴിഞ്ഞാൽ അത് അധർമ്മത്തിന്റെ രീതിയാണ്. അതന്നെ അഹന്താമമത എന്ന് പറയും. ഞാൻ എന്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും, എനിക്കിത് ഇഷ്ടമാണ്, എനിക്കിതാണ് ശരി, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ശരികളുണ്ട്. പക്ഷെ ഈ ശരി ധർമ്മമാവണമെന്നില്ല. പക്ഷെ ധർമ്മം എല്ലായ്പ്പോഴും ശരി തന്നെ. പക്ഷെ എല്ലാ ശരികളും ധർമ്മമല്ല. അപ്പൊ നമ്മൾ ശരികളിൽ കൂടെ അല്ല പോകേണ്ടത്, നമ്മൾ ധർമ്മത്തിൽ കൂടെ വേണം പോകാൻ. നമ്മുടെ ശരി ധർമ്മമാണോ എന്ന് നമ്മൾ മനനം ചെയ്ത് ചിന്തനം ചെയ്ത് മനസ്സിലാക്കണം. അതിനാണ് ഈ ഭഗവത്ഗീത എല്ലാം നമുക്ക് ഉപയോഗപ്പെടുന്നത്. നമ്മുടെ പ്രവൃത്തികളെ നമുക്ക് ഈശ്വരനോട്ട് അടുക്കണം. ഈ മനുഷ്യജന്മത്തിൽ മാത്രമേ ഇതൊക്കത്തുള്ളൂ. അപ്പൊ ഈ മനുഷ്യജന്മത്തിലോട്ട് എനിക്ക് മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? പരമമായ ശാന്തത. അതാണ് ഈ ചൈതന്യത്തിന്റെ അവസ്ഥ, ആനന്ദാവസ്ഥയാണ്. വേറെ ഏതവസ്ഥയും ദുരിതമായിട്ടുള്ള അവസ്ഥ, ദുഃഖാവസ്ഥയാണ്. പരമമായ ആനന്ദം, സ്ഥായിയായിട്ടുള്ള ആനന്ദം, അത് മോക്ഷാവസ്ഥ, പരമമായ ശാന്തി. അതാണ് മോക്ഷം. മോക്ഷത്തിന്റെ അർത്ഥം എന്താ? മോഹക്ഷയമാണ്. മോഹം എന്ന് വെച്ചാൽ എന്താ? തെറ്റിദ്ധാരണ. ഞാൻ ശരീരമാണെന്നുള്ള ധാരണ വിടണം. അത് തെറ്റിദ്ധാരണയാണ്. ഞാൻ ശരീരമല്ല, ഞാൻ പരമാത്മ ചൈതന്യത്തിന്റെ അംശമാണ്. നമുക്ക് നിരന്തരം നമ്മൾ ഇതിനെ കുറിച്ച് ഓർക്കണം. നമ്മൾ ഗീതയൊക്കെ പഠിക്കുമ്പോഴേ ഗീതയുടെ ഈ സാരാംശം നമ്മൾ ഉൾക്കൊള്ളണം. കാരണം നമ്മൾ ഈ ഗീത ഓരോ ശ്ലോകങ്ങളും പഠിച്ച് അതിന്റെ അർത്ഥം പഠിച്ചിട്ട് കാര്യമില്ല. കാണാതെ എനിക്ക് അറിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനെ ഞാൻ എന്റെ ജീവിതത്തിലോട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന എങ്ങനെ? എന്റെ ജീവിതത്തിലോട്ട് ഇതിനെ പരിവർത്തനപ്പെടുന്നു, എന്റെ സ്വഭാവമായിട്ട് മാറണം. ഗീത എന്റെ സ്വഭാവമായിട്ട് മാറണം. എങ്ങനെ സ്വഭാവമായിട്ട് മാറും? ഞാൻ ഗീത പഠിക്കുകയും ചെയ്യും, ഞാൻ എന്റെ വാസന അനുസരിച്ച് ചെയ്യുകയും ചെയ്യും. എന്തോ ഫലം? ഞാൻ പ്രവർത്തിക്കുന്നതെല്ലാം എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചും ഞാൻ ഈ ഗീത ശ്ലോകങ്ങൾ കാണാതെ പഠിച്ച് എന്റെ അറിവ് കൂട്ടും. എന്റെ അറിവിനെ കൂട്ടാം നമുക്ക്. പക്ഷെ നമ്മുടെ ജീവിതത്തിന് എന്തോ ഫലമുണ്ട്. അതുകൊണ്ട് എനിക്ക് ശാന്തത കിട്ടത്തില്ല, എനിക്ക് എപ്പോഴും ദുരിതമായിരിക്കും. നമ്മൾ എത്രയോ ഡിഗ്രികൾ എടുക്കുന്നുണ്ട്, എത്രയോ വലിയ വലിയ നിലയിലെത്തുന്നുണ്ട്. പക്ഷേ മനസ്സമാനം കിട്ടണമെന്നുണ്ടെങ്കിലോ നമ്മൾ ഇതിനകത്ത് നിന്ന് മാറി എന്റെ വിവേക ചിന്തയിൽ എന്റെ കർമ്മങ്ങളെ, എന്റെ വാസന അനുസരിച്ച് കർമ്മങ്ങളെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ദുരിതമാണ് ഫലം. ഈ മനുഷ്യ ജീവിതം ദുരിതമാണ്. എന്നുവെച്ചാൽ അതിനകത്ത് സുഖമില്ലെന്നല്ല, കുറച്ച് സുഖവും കൂടുതൽ ദുരിതവും. അപ്പൊ നെറ്റ് റിസൾട്ട് എന്തുവാ? ജീവിതം ദുരിതമായിട്ട് മാറും. എങ്ങനെ? ഞാൻ എന്റെ വാസനയിൽ കൂടി സഞ്ചരിച്ചാൽ. വാസന എന്ന് പറഞ്ഞാൽ എന്തുവാ? എന്റെ ഇഷ്ടാനിഷ്ടങ്ങള്. പിന്നെ എങ്ങനെ സഞ്ചരിക്കണം? ഞാൻ ധർമ്മത്തിൽ സഞ്ചരിക്കണം. ധർമ്മം വേണം ചരിക്കേണ്ടത്. സത്യം പറയണം, ധർമ്മം ചരിക്കണം. ഇത് എന്റെ ഒരു ജീവിതത്തിന്റെ സ്വഭാവമായി മാറിയാലേ എനിക്ക് എന്റെ മനസ്സിനെ എനിക്ക് മോക്ഷത്തിലോട്ട്, എന്റെ പരമാത്മ ചൈതന്യത്തിൽ ലയിപ്പിക്കാൻ പറ്റും, അങ്ങനെ ഉയർത്താൻ പറ്റും. അപ്പം ഈ എന്റെ ധർമ്മം ആചരിക്കാനാണ് ഗീത നമ്മൾ പഠിക്കേണ്ടത്. ഈ ധർമ്മം എങ്ങനെ ആചരിക്കും? നമ്മുടെ അന്ധകരണം മനസ്സിലാക്കണം. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇതല്ല
ഈ ഈ ബുദ്ധിയും ഈ വികാരങ്ങളും അല്ല, വിവേകമുണ്ട്. വിവേകത്തിൽ വേണം. ഈ വിവേകം എന്ന് പറഞ്ഞാൽ എന്നിൽ ഉള്ളതാ, എല്ലാവരിലും ഉള്ളതാ. ഞാൻ പറഞ്ഞല്ലോ, ആ വിവേക മൈൻഡിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം. നമ്മൾ വികാര മനസ്സിനെ ആക്ടിവേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ വികാര മനസ്സിലാണ് ഓരോ കാര്യങ്ങളും ആലോചിച്ച് കൂട്ടി പ്രവർത്തിക്കുന്നത്. പക്ഷേ ആ വികാരത്തിൽ നിന്ന് ഞാൻ പതുക്കെ മാറി ഞാൻ വിവേകത്തിലോട്ട് വരണം. എൻ്റെ വികാരങ്ങളെ ഞാൻ മിനിമൈസ് ചെയ്യുമ്പോൾ വിവേകം താനെ അത് തെളിവാകും. അതിനെ നമുക്ക് എല്ലാവർക്കും ഒരേ വിവേകമാണ്, ഒരേ ചൈതന്യമാണ് എല്ലാവരിലും പ്രവർത്തിക്കുന്നത്. അതിന് ഏറ്റക്കുറച്ചിലില്ല. പക്ഷേ അന്ധകരണം ഉണ്ടല്ലോ, ബുദ്ധിയും, അതെല്ലാം ഏറ്റക്കുറച്ചിലുണ്ട്. അവരവരുടെ ബുദ്ധിയും വികാരവും, ഓരോരുത്തരുടെ വികാരം ഓരോ തരത്തില്ല. ചിലർ കണ്ടിട്ടില്ലേ, ചിലപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു ദേഷ്യ സ്വഭാവമുള്ള ഒരാളായിരിക്കും, ചിലർ സൗമ്യ സ്വഭാവമുള്ളവരായിരിക്കും. അപ്പൊ വികാരങ്ങളും ഈ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എല്ലാവരിലും വ്യത്യസ്തമാണ്. അതേസമയത്ത് വിവേകം എല്ലാവരിലും ഒരേപോലെ, ഒരേ ചൈതന്യമാണ് എല്ലാവരെയും നിലനിർത്തുന്നത്. ആ ചൈതന്യത്തിന്റെ പ്രകടനമാണ് വിവേകമായിട്ട് വരുന്നത്. ആ ചൈതന്യം എങ്ങനെ പ്രകടമാവും? നമ്മുടെ വികാരങ്ങളെ നമ്മൾ മാനേജ് ചെയ്യണം. നമുക്ക് വികാരങ്ങൾ വരണം, അത് നാച്ചുറലാണ്. പക്ഷെ അതിനെ സപ്രസ് ചെയ്യാതെ നമ്മൾ ഈ വികാരങ്ങളെ നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കണം. അതിനാണ് നമ്മൾ ഈ വിഷ്ണു സഹസ്രനാമവും രാവിലെ മെഡിറ്റേഷനും ഒക്കെ ചെയ്യുന്നത്. നമ്മുടെ വികാരങ്ങളെ എൻ്റെ മനോനിഗ്രഹത്തിനാന്ന് പറയും. മനോനിഗ്രഹം എന്ന് പറഞ്ഞാൽ മനസ്സെന്ന് പറയുന്നത് എന്തുവാ? ചിന്തകളാണ്. ഈ ചിന്തകളെ ഞാൻ മിനിമൈസ് ചെയ്യുമ്പോഴാണ് എന്നിൽ വിവേകം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നത്. ഇതിനെ നമ്മൾ ഈ ഒരു ആക്ടിവേഷൻ, ഇതിനാണ് സാധനകൾ ചെയ്യേണ്ടത്. ഈ സാധന ചെയ്യുന്നതിലൂടെ നമുക്ക് വിവേകം പ്രകടമായി തുടങ്ങും. നമ്മൾ ഈ പാരമാർത്ഥിക സത്യങ്ങളെ മനസ്സിലാക്കിയാൽ മാത്രമേ, നമ്മൾ ഇതിനെ ഒരു മെക്കാനിക്കലായിട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഞാൻ കുറെ ഗീത പഠിച്ചു, ഞാൻ പോയി മെഡിറ്റേഷൻ ചെയ്തു, യോഗ ചെയ്തു, ഇന്നെല്ലാം ഒരു കൊമേഴ്സ്യൽ, ഈ കാര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് ഒരു പ്രയോജനവും ഇല്ല. ഇത് തത്തമ്മയെ പൂച്ച എന്ന് പറയുന്ന പോലെ ഇരിക്കും. നമ്മൾ എത്രയോ മന്ത്രങ്ങൾ ചൊല്ലുന്നു, എത്രയോ കാര്യങ്ങളെ മനസ്സിലാക്കാതെ കുറെ മന്ത്രങ്ങൾ ചൊല്ലിയാല് നമുക്ക് ഒരു പരിവർത്തനവും വരത്തില്ല. നമ്മൾ ഈ ഗീതയോ ഭാഗവതോ ഒക്കെ പഠിച്ച് ഇതിനകത്ത് പറയുന്ന സത്യങ്ങളെ നമ്മൾ മനനം ചെയ്ത് ആദ്യം വായിക്കുക അല്ലെങ്കിൽ കേൾക്കുക. അതിനെ ശ്രവണം എന്ന് പറയുന്നത്. ശ്രവണം, മനനം, നിധിധ്യാസം. ആദ്യം കേൾക്കണം അല്ലെങ്കിൽ വായിക്കണം. ഈ വായിച്ചതിനെയും കേട്ടതിനെയും നമ്മൾ ശരിക്കും ചിന്തിക്കണം. അതിനെക്കുറിച്ച് പല പ്രാവശ്യം അതിനെ മനനം ചെയ്യണം. ആ പറയുന്ന സത്യത്തിനെ നമ്മൾ ഉൾക്കൊള്ളണം. മനനം ചെയ്താലേ അത് ഉൾക്കൊള്ളത്തുള്ളൂ. ആദ്യം വായിക്കുമ്പോഴോ കേൾക്കുമ്പോഴോ ഒക്കെ നല്ലതാ, ശരിയാ. അങ്ങനെ ആ ശരി എന്ന് പറയുമ്പോൾ നമ്മൾ ഉറയ്ക്കുന്നില്ല. ഉറപ്പ് വരണമെന്നുണ്ടെങ്കിലോ നമ്മൾ അതിനെ ശരിക്കും മനനം ചെയ്യണം. എപ്പോഴും സദാസമയവും നമ്മൾ എൻ്റെ മനസ്സിൽ എപ്പോഴും അതിനെക്കുറിച്ച് ചിന്ത വേണം. ഈ വായിക്കുന്നത്, ഈ സത്യങ്ങളെ ഞാൻ മനസ്സിൽ മനനം ചെയ്ത് ചിന്തിച്ച് ഉറപ്പ് വരണം. ആ ഉറപ്പ് വരുന്നതിനനുസരിച്ച് എൻ്റെ പ്രവൃത്തിയിലോട്ട് അത് പതുക്കെ റിഫ്ലക്റ്റ് ആവാൻ തുടങ്ങും. അതാ നിധിധ്യാസനം. എൻ്റെ സ്വഭാവമായി മാറണം. ശ്രവണം, മനനം, നിധിധ്യാസനം. ഈ 3 പ്രക്രിയയിൽ കൂടി എനിക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണം. എൻ്റെ വാസനയിൽ നിന്ന് വിട്ട് ഞാൻ വിവേകത്തിൽ ചരിക്കാൻ തുടങ്ങണം. ആ വിവേകത്തിലോട്ട് ചരിക്കുമ്പോഴാണ് എനിക്ക് ആ ഒരു മനസ്സിനെ ഉള്ളൂ ധ്യാനത്തിൽ കൂടെ ലയനം, പരമാത്മ ചൈതന്യത്തിൽ ലയിക്കാൻ സാധിക്കത്തുള്ളൂ. ഇതിനെ നമ്മൾ ഈ കാര്യങ്ങൾ അറിഞ്ഞത് കൊണ്ട് ഈ കാര്യങ്ങളെ, പാരമാർത്ഥ സത്യങ്ങളെ മനസ്സിലാക്കി നമ്മളതിൽ ഉറയ്ക്കണം. അങ്ങനെ ആവുമ്പോൾ എനിക്ക് വിവേകത്തിലോട്ട് പ്രവർത്തിക്കാൻ കഴിയും. അല്ലെങ്കിൽ നമ്മൾ ഈ വികാരത്തിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. വികാരത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നതോടെ എൻ്റെ വാസന ഞാൻ പിന്നെയും വാസനകൾ കൂട്ടും. അപ്പൊ എൻ്റെ വികാര മനസ്സുകൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നാൽ കൂടുതൽ ഞാൻ പ്രാരബ്ധം, ഞാൻ ആഗാമികം കൂട്ടിക്കൊണ്ടിരിക്കും. ഇപ്പൊ ചെയ്യുന്ന കർമ്മഫലം പിന്നെ എനിക്ക് ഭാവിയിൽ അനുഭവിക്കേണ്ടി വരും. അതിന് പിന്നെയും ഞാൻ ശരീരം എടുക്കേണ്ടി വരും. അതേ സമയത്തിൽ വിവേകത്തിൽ ചെയ്താലുള്ള ഗുണം എന്തുവാ? ഈ വിവേകത്തിൽ നമ്മൾ എൻ്റെ സ്വധർമ്മത്തിൽ വന്ന കർമ്മങ്ങളെ വികാരത്തിൽ ചെയ്യാതെ, വാസനയിൽ ചെയ്യാതെ, വിവേകത്തിൽ ധർമ്മത്തിന്റെ രീതിയിൽ, വാല്യൂസിൽ ബേസ്ഡ് ചെയ്യുവാണെങ്കിൽ എൻ്റെ സഞ്ചിത പ്രാരബ്ധം കുറയുകയും ചെയ്യും. പുതിയ ആഗാമികം ഉണ്ടാകത്തുമില്ല, പുതിയ കർമ്മവാസന ഉണ്ടാകത്തുമില്ല. അപ്പൊ അൾട്ടിമേറ്റ്ലി എൻ്റെ ജന്മം ഉയരും. ഈ ജന്മം മോക്ഷം കിട്ടിയില്ലെങ്കിലും അടുത്ത ജന്മം നല്ലൊരു സ്ഥിതിയിലായിരിക്കും, നല്ലൊരു പരിസ്ഥിതിയിലായിരിക്കും. എനിക്കൊരു ആത്മീയമായിട്ടുള്ള പരിസ്ഥിതിയിലായിരിക്കും എൻ്റെ ജനനം വരുന്നത്. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് മനുഷ്യ ജന്മം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ ജന്മമാണ്. കാരണം ഇത് ജീവിതത്തിന്റെ അവസാന ഈശ്വരനോട്ട് ലയിക്കാൻ പറ്റിയ ഒരു ജന്മമാണ് ഈ മനുഷ്യജന്മം. അത് പക്ഷെ മനസ്സിലാക്കാതെ നമ്മൾ പല ജന്മങ്ങൾ എടുക്കേണ്ടി വരും. അപ്പം ഓരോരുത്തരും, നമ്മളിപ്പോ ഈ ഗീതയൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവരുടെ ഒരു കാര്യം എന്ന് പറയാൻ, ഗീത എന്നത് ശ്രീമേന സ്വാമി എന്ന് പറയുന്നുണ്ട്.
നമ്മളിൽ അങ്ങനെ ഒരു പരിവർത്തനത്തിന്റെ സ്റ്റേജ് വന്നിരിക്കുക. എത്രയോ പേർക്ക് ഇതൊക്കെ കേട്ടാൽ അലർജിയാ. ഇതൊന്നും, കാരണം അവർക്ക് ആ ജന്മം ഇനിയും ജന്മങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു ഈ ഗീത പഠിക്കാൻ. അപ്പൊ എന്തൊക്കെയോ ഏതോ തരത്തിൽ നമ്മൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സമയം ആയിട്ടുണ്ടെന്നർത്ഥം. അപ്പം ഒരിക്കലും അതിന് ഉപേക്ഷ വിചാരിക്കാതെ നമ്മൾ ഈ പാരമാർത്ഥ്യ സത്യങ്ങളെ മനസ്സിലാക്കി നമ്മുടെ വാസനയിൽ നിന്ന് വിട്ട് മാറി നിന്ന് ധർമ്മത്തിൽ, ധാർമ്മിക് വാല്യൂസിൽ നമ്മുടെ സ്വധർമ്മങ്ങളെ, നമുക്ക് വന്നു ചേർന്നിട്ടുള്ള കർമ്മങ്ങളെ, സ്വധർമ്മം എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ സാഹചര്യവും ഓരോ കർമ്മങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട്. പക്ഷെ അതിനെ ധാർമ്മിക് വാല്യൂസിൽ അഹന്ത മമത ഇല്ലാതെ നമ്മൾ ധർമ്മത്തിൽ പ്രവർത്തിച്ചാൽ നമ്മുടെ ജന്മം ഉയരും, നമ്മുടെ ലൈഫ് സ്റ്റൈലെ ക്വാളിറ്റി ചേഞ്ച് ആവും. അപ്പൊ ഇതിനെ നമ്മൾ ഉൾക്കൊള്ളണം. ഈ പാരമാർത്ഥ്യ സത്യങ്ങളെ മനസ്സിലാക്കാതെ നമുക്ക് ഈ വിവേക ചിന്ത വരത്തില്ല. അല്ലെങ്കിൽ നമ്മൾ വികാരത്തിലേ ഇരുന്ന് പോകും, എന്റെ വാസനയിലേ ഇരുന്നിട്ട് പോകും. ഈ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇത്രയും കേട്ടതിൽ നിന്ന്? ചന്ദ്രലേഖയോ? മനസ്സിലായോ? മനസ്സിലായതൊന്ന് പറയാവോ? ബ്രീഫായിട്ടൊന്ന് പറയാവോ? തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മള് നമ്മളുടെ വിവേക ബുദ്ധി ഉപയോഗിച്ചിട്ട് നമ്മളുടെ വർക്കുകളെല്ലാം എപ്പോഴും ലൈഫിൽ ചെയ്യുക. നമ്മുടെ വികാരം വരുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ വിവേക ബുദ്ധി ഉപയോഗിക്കുക. അത് ലൈഫിൽ ഫുള്ള് ചെയ്യുക. അപ്പൊ നമ്മള് ജീവാത്മാവ് നമ്മുടെ പരമാത്മാവിൽ എത്തിച്ചേരും. ഈ ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ എന്തായിട്ടാ മനസ്സിലാക്കിയിരിക്കുന്നത്? ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ ജീവാത്മാവ് വാസനകളോട് കൂടിയ പരമാത്മാവിന് ജീവാത്മാവ്. അതെ, നമ്മളെല്ലാം പരമാത്മാക്കളാ, ശരിക്കും പരമാത്മാവാണ്. പക്ഷെ വാസന ഉണ്ടെന്നർത്ഥം. നമ്മൾ വെറുതെ അതാ ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ അതാ പരമാത്മ ചൈതന്യ ഒരു അംശമാണ് നമ്മളെല്ലാവരും. ബട്ട് ഓരോരുത്തർക്കും വാസനകളുണ്ട്. ഈ വാസനകളെ മാറ്റിയാൽ നമുക്ക് പരമാത്മാവാൻ, ആ ഈശ്വരനോട് ലയിക്കാം. ഈ വാസനകളും മനസ്സുമായിട്ട് ലിങ്ക്ഡ് അല്ലേ കൊച്ചുമാ? അതെ, ഈ വാസന കാരണ ശരീരത്തിലാണ് എന്റെ മനസ്സിരിക്കുന്നത്. കാരണ ശരീരം വാസനയിലാണ് എന്റെ മനസ്സ്. അതപ്പോ മനോനിഗ്രഹം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓരോ സാധനകൾ ചെയ്യുന്നത്, നാമം ജപിക്കുന്നതും അല്ലെ, ആ മെഡിറ്റേഷനും ഒക്കെ ചെയ്യുന്ന മനോനിഗ്രഹത്തിന് വേണ്ടിയിട്ടും വാസനകൾ ക്ഷയിക്കാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോഴേ വിവേക ബുദ്ധി വരുവുള്ളൂ. അങ്ങനെയാണല്ലേ? നമ്മള് ഈ വികാരങ്ങളെ മിനിമൈസ് ചെയ്യുമ്പോഴാണ് വിവേകം പ്രകടമാവുന്നത്. നമുക്ക് വിവേകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല, അല്ല, ഓൾറെഡി ഉള്ളതാണ്. പക്ഷെ അൺകവർ ചെയ്യുക. അതെ, അപ്പൊ മനോനിഗ്രഹം അല്ലെങ്കിൽ ഈ വാസനാക്ഷയം ഉണ്ടാകുമ്പോ മറ്റേത് അൺകവേർഡ് ആവും. അതെ, ഇത് നമ്മുടെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നമ്മൾ ഇതിനെ കുറിച്ചൊക്കെയുള്ള ചിന്തകൾ വേണം. നമ്മൾ ഈ ഗീത ഒരു ശ്ലോകം വായിച്ചു, അർത്ഥം വായിച്ചു, അതിനെ അങ്ങനെ ജസ്റ്റ് ഒരു സബ്ജക്ട് പോലെ പഠിച്ചിട്ട് എന്താ കാര്യമില്ലേ? നമ്മൾ ഈ പഠിക്കുന്നതിന് നമ്മുടെ പ്രവൃത്തി, ഞാൻ എങ്ങനെയാ പ്രവർത്തിക്കുന്നത്, എന്റെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്റെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഈ 4 പാർട്ടിലുള്ള ചിന്തകളുണ്ട്. ഈ എന്റെ അഹംഭാവം, ഞാനെന്ന ഭാവം, നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞിട്ട് എപ്പോഴും അത് കയറി ഓവർ പവർ ചെയ്യും, ഡോമിനേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഈഗോ കൊണ്ട് ഒത്തിരി പേർക്ക് പ്രശ്നമുണ്ട്. നമ്മുടെ ഈഗോ വേണം താനും, ഈഗോയെ ഓവറാക്കി വിടരുത്. എപ്പോഴും പറയുന്നത് ഞാൻ പറഞ്ഞതുകൊണ്ടാ, ഞാൻ പറഞ്ഞതാ ശരി, എല്ലാരും ഈ ഞാൻ ഇങ്ങോട്ട് കയറി ഇമ്പോർട്ടന്റ് ആവും. അതുകൊണ്ടാണ് ഈഗോ ഇല്ലാതെ ജീവിക്കാനും പറ്റത്തില്ല. പക്ഷെ ഈ ഈഗോ കൂടിപ്പോയാൽ അതാണ് നമ്മുടെ ഏറ്റവും വിഷമായിട്ട് മാറുന്നത്. ജീവിതത്തിനെ വൈഷമ്യത്തിലാക്കുന്നത് ഈ ഞാനെന്ന ഭാവമാണ്. ഞാനല്ല ഇത്, ഈ പരമാത്മാവിന്റെ ചൈതന്യത്തിലാണ് ഞാൻ ഇതെല്ലാം, എനിക്കെല്ലാം പ്രവർത്തിക്കാൻ പറ്റിയത്. പക്ഷെ അതിനെ നമ്മൾ തള്ളിക്കളഞ്ഞുകൊണ്ട് എന്റെ ബുദ്ധിയാണ്, ഞാൻ ബുദ്ധിപരമായിട്ട് നീങ്ങിയത് കൊണ്ടാണ് ഞാനെന്നുള്ള ഭാവത്തിൽ അങ്ങോട്ട് ഈ പരമാത്മ ചൈതന്യം അങ്ങോട്ട് മറക്കും. ഈ ഒരു ചൈതന്യത്തിലാണ്, ഈ ഒരു ഈശ്വര പ്രഭയിലാണ് എനിക്കിതെല്ലാം ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ആരും ഈ നമ്മുടെ ഓരോ വിജയങ്ങൾ